Hello all. So today Emily Elizabeth Dickinsonന്റെ The Brain is Wider Than the Sky എന്നുള്ള പോവും പ്ലസ് നമ്മൾ ഡെക്കാർട്ടയുടെ ഡുവലിസം എന്നുള്ള തിയറി എങ്ങനെയാണ് ഇതിനകത്ത് റിഫ്ലക്റ്റഡ് ആവുന്നതെന്നും കൂടിയാണ് നോക്കുന്നത്. ഇപ്പോൾ ഫിലോസഫി ഫോർ ലിറ്ററേച്ചർ എന്നുള്ള ടെക്സ്റ്റിൽ 4th സെമ്മിലെ പോയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എമിലി ഡിക്കിൻസൺ ആരാണെന്ന് നോക്കാം. എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ലിറിക് പോയറ്റാണ്. ഓക്കെ, അവർ 19th സെഞ്ച്വറി അമേരിക്കൻ പോയറ്റാണ്, എലോങ് വിത്ത് വോൾട്ട് വിറ്റ്മൻ ആൻഡ് എലോങ് വിത്ത് എ കപ്പിൾ ഓഫ് അതർ പോയറ്റ്സ്. എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ റൈറ്റർ ആൻഡ് ഷീ അവരുടേതായിട്ടുള്ളൊരു പ്ലേസ് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു അവരുടെ നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ. നിയർലി 1800 പോയംസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്പെരിമെൻ്റൽ പോംസ് ആണ് കൂടുതലും അവർ എഴുതിയിരുന്നത്. അതായത് ഫ്രീ ആയിട്ടുള്ള വേഴ്സിഫിക്കേഷനും അതുപോലെ തന്നെ ഗ്രാമറിൽ പോലും യൂഷ്വൽ റൂൾസ് എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് വളരെ ബോൾഡ് ആൻഡ് ഒറിജിനൽ ആയിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. അവരുടെ പോംസ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് വളരെ ഷോർട്ടായിട്ടുള്ള പോയിംസ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ ഷോർട്ട് ആൻഡ് ലെങ്തി അത്ര അല്ലാത്ത സെൻറ്റൻസസും സ്റ്റാൻസാസും ഒക്കെ ആയിരിക്കും. അപ്പം അതിനെ പക്ഷെ എന്നാൽ പോലും അതിനകത്ത് വളരെയധികം മീനിങ്സ് പാക്ഡ് ആയിട്ടായിരിക്കും അവർ എഴുതുന്നത്. വളരെ ഷോർട്ടായിട്ടും വളരെ എപ്പിഗ്രമാറ്റിക് ആയിട്ടായിരിക്കും കാര്യങ്ങൾ അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണും. അപ്പോൾ എമിലി ഡിക്കിൻസന്റെ പോയട്രി എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഉണ്ടല്ലോ 17th സെഞ്ച്വറി ഇംഗ്ലണ്ടിലെ, ആ പോയറ്റ്സിൻ്റെ ഒരു ഹെവി ഇൻഫ്ലുവൻസ് നമുക്ക് എമിലി ഡിക്കിൻസന്റെ പോയട്രിക്കകത്ത് കാണാൻ സാധിക്കും. ഇവർക്ക് പിന്നീട് റോബർട്ട് ബാരറ്റ് ബ്രൗണിങ്ങിനെയും അതുപോലെ തന്നെ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിനെയൊക്കെ വളരെ അഡ്മയർ ചെയ്തിരുന്നൊരു സ്ത്രീയാണ് ഇവർ. അതുപോലെ തന്നെ ജോൺ കീൻസിനെയും വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു റൈറ്ററാണ് എമിലി ഡിക്കിൻസൺ. സോ നമ്മുടെ ഈ ഒരു പോയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബ്രെയിൻ ഇസ് വൈഡർ ദാൻ ദ സ്കൈ. ജസ്റ്റ് 3 സ്റ്റാൻസാസേ ഉള്ളൂ. നമ്മുടെ ഹ്യൂമൻ മൈൻഡിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അതായത് ഹ്യൂമൻ മൈൻഡിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, ഇമാജിൻ ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും ഫീൽ ചെയ്യാനും പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനും പെർസീവ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് ഇവിടെ ബ്രെയിൻ, അതായത് ബ്രെയിൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ മൈൻഡിനെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ആ ഒരു കഴിവിനെയാണ് ഇവിടെ പോയിട്ട് അല്ലെങ്കിൽ സ്പീക്കർ സംസാരിക്കുന്നത്. സ്പീക്കർ പവർഫുള്ളായിട്ട് പറയുകയാണ്, സജസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് പൊട്ടൻഷ്യലാണ് അതിനുള്ളത്. അപ്പം ആ ഒരു അൺലിമിറ്റഡ്നെസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമാനിറ്റിയെ ഈക്വൽ ടു ഗോഡ് ആക്കി മാറ്റുന്നത്. ഈ ഒരു ക്വാളിറ്റിയാണ്. ആൻഡ് ഈ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മുടെ പോയിറ്റ് കമ്പയർ ചെയ്യുന്നു. എസ്പെഷ്യലി സ്കൈയുമായിട്ടും സീയുമായിട്ടും ആൻഡ് ലാസ്റ്റ് ഈവൻ ടു ഗോഡുമായിട്ടും കമ്പയർ ചെയ്യുവാണ്. ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി, അതായത് ഫിസിക്കലി സ്മോൾ ആണെങ്കിലും മൈൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ വാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാനും ഇൻക്ലൂഡ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ് മൈൻഡ് എന്ന് പറയുന്നത്. സോ ആ പോയം ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് മൈൻഡിൻ്റെ ആ ഒരു ഇൻഫിനിറ്റ് കപ്പാസിറ്റിയെക്കുറിച്ച്. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും കോംപ്രിഹെൻഡ് ചെയ്യാനും റിയാക്ട് ചെയ്യാനും ഇമാജിൻ ചെയ്യാനുമുള്ള മൈൻഡിൻ്റെ ആ ഒരു കഴിവിനെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയുടെ സമ്മറി എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വൈഡർ ദാൻ സ്കൈ എന്നാണ് കമ്പയർ ചെയ്യുന്നത്. ഹ്യൂമൻ മൈൻഡിനെ സ്കൈയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സ്കൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു വാസ്റ്റ് ഹ്യൂജ് സ്പേസ് ആണ് സ്കൈ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ മൈൻഡിനെയും സ്കൈയെയും നമ്മൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൈൻഡിന് എൻറ്റയർ സ്കൈയെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ മൈൻഡിനെയാണ് ഇവിടെ പറയുന്നത്. ബ്രെയിൻ എന്ന് വെച്ചാൽ ഇവിടെ ഹ്യൂമൻ മൈൻഡാണ്. അതായത് സ്കൈയുടെ ആ ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള പോസിബിലിറ്റീസിനെ മനസ്സിലാക്കാനും സ്കൈക്ക് അപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാനും ശ്രമിക്കുന്നവരാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്, അല്ലേ? സോ ആ സ്കൈയെ കൂടുതലായിട്ട് എന്തൊക്കെയുണ്ടെന്ന് അതായത് സ്കൈയിൻ്റെ ആ ഒരു അൺലിമിറ്റഡ്നെസ്സിനെ നല്ല രീതിയിൽ പെർസീവ് ചെയ്യാനും കണ്ടെയ്ൻ ചെയ്യാനും ഹ്യൂമൻ മൈൻഡിന് സാധിക്കും എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിറ്റ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു മൈൻഡിനെന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും, അതായത് നമ്മൾ ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് അത്രയും വളരെ വാസ്റ്റാണ്, നമ്മുടെ ഹ്യൂമൻ സ്കൈയെക്കാട്ടിലും വാസ്റ്റാണെന്ന് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ മൈൻഡിനെ പിന്നീട് ഓഷ്യനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻസയിൽ. ഓഷ്യൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഓഷ്യനും ഹ്യൂമൻ മൈൻഡും കൂടി നെക്സ്റ്റ് ടു ഈച്ച് അതർ നമ്മൾ ഹോൾഡപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മൈൻഡിന് എൻറ്റയർ ഓഷ്യനെ സോക്കപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. SOAK സോക്കപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്പഞ്ച് വെള്ളം ബക്കറ്റ്സ് ഓഫ് വാട്ടറിനെ സ്പഞ്ച് ഇങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പഞ്ഞിക്ക് ഇങ്ങനെ വെള്ളം
ഫുള്ളായിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി പോലെയാണ് ഹ്യൂമൻ മൈൻഡിന് ഒരു ഓഷ്യനെ തന്നെ എൻറ്റയർലി കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും. അതായത് ആ ഓഷ്യൻ്റെ അകത്തെ ആ ഒരു ഡെപ്ത്, പിന്നെ ഓഷ്യൻ്റെ സീക്രട്സ് എന്തൊക്കെയാണെന്നും ഓഷ്യൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നും ഹ്യൂമൻ മൈൻഡിന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ എമിലി ഡിക്കിൻസൺ പറയുന്നത്. ലാസ്റ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ മൈൻഡിനെ ഗോഡുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അതായത് ഹ്യൂമൻ മൈൻഡിൻ്റെ വെയ്റ്റും അതുപോലെ അതിൻ്റെ എക്സാക്ട് സെയിം ആണ് ഗോഡുമായിട്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് വൺ ക്യാൻ ലിഫ്റ്റ് ദം അപ്പ് എന്നാണ് പറയുന്നത് ആൻഡ് കമ്പയർ ദ വെയ്റ്റ് ഓഫ് ഈച്ച് വൺ ഓഫ് ദം. ഗോഡിനെയും അതുപോലെ തന്നെ ഹ്യൂമൻ മൈൻഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബാലൻസ് ചെയ്ത് വെക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നീട് അപ്പോൾ പറയുവാണ്, അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യും, ദാറ്റ് ദർ വിൽ ബി നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. ഗോഡും ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ആണ് ഗോഡിനുള്ളത്, അതേ ക്വാളിറ്റീസ് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡിനും ഉള്ളത്. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യും ഗോഡും ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നതും എല്ലാം എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഇനി അഥവാ എന്തെങ്കിലും മൈനർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഒരു സിലബലും ഒരു സ്പീച്ച് സൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പോലെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ഹ്യൂമൻ മൈൻഡും ഗോഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കാണുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഏത് ഹ്യൂമൻ ഓർഗനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ബ്രെയിൻ അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബ്രെയിനിനെയും ഡീപ്പ് ബ്ലൂ സീയെയും അതുപോലെ സ്കൈയെയും ഗോഡിനെയും ആണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇമേജസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ 3 ഇമേജസ് ആണ്, സ്കൈ, ഓഷ്യൻ ആൻഡ് ഗോഡ് എന്ന് പറയുന്ന ഇമേജ്. ഓക്കെ, അപ്പോൾ മൈൻഡിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പോയറ്റ്. ആൻഡ് ദെൻ പിന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈറ്റിൽ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ദ ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദ സ്കൈ എന്നുള്ള ടൈറ്റിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഹ്യൂമൻ മൈൻഡിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയെ കുറിച്ചാണ്. അതായത് ഹ്യൂമൻ മൈൻഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ ലിമിറ്റ്ലെസ് ആണ്, അതെന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണ് സ്കൈയെക്കാട്ടിലും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബ്രെയിൻ എന്ന് പറയുന്നത് ഞാൻ പിന്നെയും പറയുന്നു ഹ്യൂമൻ മൈൻഡിനെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ദെൻ അനദർ തിങ് എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡും ഫിസിക്കൽ വേൾഡും എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഹ്യൂമൻ മൈൻഡും ഫിസിക്കൽ വേൾഡും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ മൈൻഡിനെ സ്കൈ ആയിട്ടും ഓഷ്യനായിട്ടും ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആ ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. ഫിസിക്കൽ വേൾഡ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്കൈയും ഓഷ്യനുമാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇമേജസ് ഏതൊക്കെയാണെന്ന് അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഹ്യൂമൻ ബ്രെയിനെ സ്കൈ ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ പിന്നെന്താണ് ഓഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഗോഡിൻ്റെ ഇമേജിലാക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വരുമ്പോൾ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഹ്യൂമൻ മൈൻഡും ഗോഡും തമ്മിൽ യാതൊരുവിധ ഡിഫറൻസും ഇല്ല. ആ ഒരു പിന്നെ മൈൻഡ് എന്ന് പറയുന്നത് തന്നെയാണ്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഗോഡെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമേജറി എന്ന് വെച്ചാൽ ചൂസ് ചെയ്താലും അല്ലെങ്കിൽ ഇമേജസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്, സ്കൈ, ഓഷ്യൻ ആൻഡ് ഗോഡിൻ്റെ ഇമേജാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പോയത്തിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ബോഡി, മൈൻഡ് അല്ലെങ്കിൽ ഫിസിക്കൽ മാറ്ററും സ്പിരിറ്റും തമ്മിലുള്ളൊരു ഡ്യുവലിസത്തിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിനകത്ത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഡെക്കാർട്ടെ എന്നുള്ള ഫ്രഞ്ച് ഫിലോസഫറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തിയറി ആയിട്ടുള്ള ഡ്യുവലിസത്തിനകത്ത്. അപ്പോൾ അദ്ദേഹത്തിനെ ഫൗണ്ടർ ഓഫ് മോഡേൺ ഫിലോസഫി എന്നാണ് അറിയപ്പെടുന്നത്, നമ്മുടെ ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള ഡെക്കാർട്ടെ. അപ്പോൾ ഡെക്കാർട്ടെ ഒരു ഫിലോസഫറാണ്, മാത്തമാറ്റീഷ്യനാണ്, ആൻഡ് ഹി വാസ് ഓൾസോ എ മാൻ ഓഫ് സയൻസ്. ഈ റാഷണലിസം എന്നുള്ള ഫിലോസഫിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മേജർ ഫിഗർ എന്ന് പറയുന്നത് തന്നെ ഇദ്ദേഹമാണ്. റാഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനെയും നമ്മൾ റീസൺ വെച്ചിട്ട് മെഷർ ചെയ്യുന്നതാണ് റാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാഷണലിസം ഒക്കെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത്രയ്ക്കധികം ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചത് ഡെക്കാർട്ടെയുടെ ഈ ഒരൊറ്റ ഒരാളുടെ കഴിവുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കിനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കാർട്ടെയുടെ ബോഡിയും മൈൻഡും തമ്മിലുള്ള ആ ഒരു ഡ്യുവലിസം എന്താണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് നമ്മുടെ ഈ പോയത്തിനകത്ത് നമ്മുടെ എമിലി ഡിക്കിൻസണും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യമാണ് ബോഡിയും മൈൻഡും തമ്മിലുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ മാറ്ററും സ്പിരിറ്റും തമ്മിലുള്ള എങ്ങനെയാണ് ഈ ഒരു ഡ്യുവലിസം വർക്കൗട്ട് ആവുന്നത്, രണ്ടുപേരും ഒരുപോലെയാണോ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ഡെക്കാർട്ടെയുടെ ഡ്യുവലിസം എന്ന് പറയുന്നത് ഒരു മെറ്റാഫിസിക്കൽ തിയറിയാണ്. അപ്പോൾ ഡെക്കാർട്ടെ പറയുന്നത് 2 ടൈപ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റിയാലിറ്റിയാണ് ഉള്ളത്. 2 ടൈപ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റിയാലിറ്റി മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് മൈൻഡും രണ്ടാമത്തേന്ന് പറയുന്നത് മാറ്ററുമാണ്. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് അവരെ കോമ്പോസിഷൻ, അവരുടെ ആ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് മൈൻഡും മാറ്ററും കൊണ്ടാണ് അവരെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഡെക്കാർട്ടെയുടെ അഭിപ്രായം. അപ്പോൾ ഈ 2 കാര്യങ്ങളെന്ന് പറയുന്നതാണ് അവരെ കണക്റ്റഡ് ആക്കി വെക്കുന്നത്. അതായത് മൈൻഡും മാറ്ററും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹ്യൂമൻ ബീയിങ് ഉള്ളൂ. നമ്മൾ മരിക്കുമ്പോൾ ഈ മൈൻഡും മാറ്ററും സെപ്പറേറ്റഡ് ആകുന്നു എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഡെക്കാർട്ടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളെ എമിലി ഡിക്കിൻസൺ എന്തിനകത്ത് പറയുന്നത്, നമ്മുടെ ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ പോയം നമ്മൾ ആദ്യത്തെ ഒരു ഇനിഷ്യൽ പിന്നെന്താ പറയുക ഒരു
എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ എന്ന് പറയുമ്പോൾ പോയം ഒരു അൺയൂഷ്വൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രെയിൻ ഇസ് വൈഡർ ദാൻ ദ സ്കൈ എന്നും പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മൈൻഡ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു, അത് ഒരു ലെവൽ ഓഫ് എക്സ്പ്ലനേഷൻ ആണ്. രണ്ടാമത്തെ ലെവൽ ഓഫ് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് ബോഡിയായിട്ട്, അതായത് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓർഗനാണ്. അപ്പോൾ അത് ബോഡിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. സ്കൈ എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ബോഡി സ്പിരിറ്റ് അല്ലെങ്കിൽ മൈൻഡ് ആൻഡ് സ്പിരിറ്റുമായിട്ടൊക്കെ ഉള്ളൊരു കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ആദ്യത്തെ ലെവൽ ഓഫ് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ലെവൽ ഓഫ് എക്സ്പ്രഷൻ, അതായത് മൈൻഡിൻ്റെ ആ ഒരു വാസ്റ്റ്നെസ്സിനെ കുറിച്ച് കമ്പയർ ചെയ്യുവാണ് പോയറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. ഈ ഡുവലിസം ഒക്കെ എന്നുള്ളൊക്കെ തിയറിയൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ടാമതൊരു കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ ഇതിന് കൊടുക്കാം. ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബോഡിയിലുള്ളൊരു കാര്യമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്, ഒരു ഓർഗനാണ്. സ്കൈ എന്ന് പറയുമ്പോൾ ഇവിടെ സ്പിരിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ആ മൈൻഡിൻ്റെ ഒരു സീറ്റാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? മൈൻഡും സ്പിരിറ്റും തമ്മിലൊരു ഡ്യുവാലിറ്റിയാണ് ഇവിടെ നമ്മൾ പിന്നെന്താണ് വിറ്റ്നസ് ചെയ്യുന്നത്. പോയിട്ട് എന്നിട്ട് മൈൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, അതായത് ഇത് ഡിഫറെൻ്റ് ആണ് സ്പിരിറ്റിൽ നിന്നും എന്നൊക്കെ പറയുവാണ്. സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ പറയുവാണ്. മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ഈവൻ കണ്ടെയ്ൻ ദ കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഓതർ ആൻഡ് as well as the റീഡർ. അതായത് മൈൻഡിന് ഒരുപാട് കേപ്പബിലിറ്റീസ് ഉണ്ട്. മൈൻഡിനെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരാൾ വായിക്കുന്ന പോയം നമ്മളെല്ലാം ഓതറെന്ന് നമുക്ക് മനസ്സിലാവുന്നു, നമ്മൾ റീഡറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ അതായത് ഓതറിനെയും റീഡറിനെയും തമ്മിലും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും അവർ തമ്മിലുള്ള ആ ഒരു കോംപ്ലെക്സ് റിലേഷൻഷിപ്പിനെ കണ്ടെയ്ൻ ചെയ്യാൻ പോലും മൈൻഡിന് സാധിക്കുന്നു. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് എന്താണ്? ബ്രെയിനിൻ്റെ ഐഡൻറ്റിറ്റി ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ബ്രെയിനിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? മൈൻഡാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫോം എന്നാണ് പറയുന്നത്. അതായത് ഒരു ബോഡി പാർട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. മൈൻഡ് ഇസ് ഡീപ്പർ ദാൻ ദി ബ്ലൂ ഓഷ്യൻ എന്നാണ് പറയുന്നത്. അതായത് ഇഫ് വൺ കമ്പയർസ് മൈൻഡ് ആൻഡ് ഓഷ്യൻ, ഈ ഒരു എൻറ്റിറ്റീസ് രണ്ടും എന്ന് പറയുന്നത് എന്താണ്? വെവ്വേറെ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. മൈൻഡാണ് കൂടുതൽ പവർഫുൾ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതായത് മൈൻഡ് എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? ബ്രെയിനിലാണ് റിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ബ്ലൂ സീ പോലെയുള്ള ഭയങ്കര നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്ര ഡെപ്തുള്ള ബ്ലൂ സീയെ പോലും മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മെഷർ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? മൈൻഡിനുണ്ടെന്നാണ് പറയുന്നത്. സോ മൈൻഡിന് നോണിനെയും അൺനോണിനെയും എല്ലാം അബ്സോർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതാണ് മറ്റേ സ്പഞ്ചിൻ്റെയും ബക്കറ്റ് വാട്ടറിൻ്റെയും കാര്യം പറഞ്ഞിരിക്കുന്നത്. തേർഡ് സ്റ്റാൻസയ്ക്കകത്തൊരു മെജസ്റ്റിക് ആയിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. മൈൻഡ് സ്പിരിറ്റ് ഡുവാലിറ്റിയെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഗോഡിൻ്റെ വെയിറ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ഗോഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്പിരിറ്റാണ്. അപ്പം ഈ ബ്രെയിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോഡിൻ്റെ എക്സ്പീരിയൻസ് തരുന്നത്. അതായത് നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യുവാണ് ഗോഡ് ഉണ്ടെന്നും ഗോഡിൻ്റെ മിറക്കിൾസ് ഇതൊക്കെയാണെന്നുള്ളതൊക്കെ ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ബ്രെയിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, അതൊരു റിയാലിറ്റിയാണ്, അതൊരു ഡീപ്പായിട്ടുള്ളൊരു റിയാലിറ്റിയാണ്. ഗോഡിനെ നമുക്ക് എങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റും? വളരെ സ്ലോ ആയിട്ട് വളരെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത്രയ്ക്ക് വലിയ ഡിഫറൻസ് ഒന്നും അവർ തമ്മിലില്ല. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിലബലും ഒരു സൗണ്ട് യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ മൈൻഡിനും സ്പിരിറ്റിനും ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇച്ചിരി ഡീപ്പായിട്ടും കൂടി നമ്മൾ എക്സ്പ്ലനേഷൻ കേൾക്കുവാണെങ്കിൽ ഇങ്ങനെയും കൂടിയുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഡുവലിസം എന്ന് പറയുന്ന മൈൻഡും ബോഡിയും തമ്മിൽ അല്ലെങ്കിൽ ബോഡിയും സ്പിരിറ്റും തമ്മിലുള്ളൊരു ഡുവലിസമാണ് ഈ ഒരു പോയത്തിനകത്ത് വർക്കൗട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഡെക്കാർട്ടെ പറഞ്ഞതും ഈ ഒരു ഡുവലിസത്തിനെ കുറിച്ചാണ്. അതായത് മൈൻഡും ബോഡി എന്ന് പറയുന്നത് വെവ്വേറെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മൈൻഡാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു എബിലിറ്റി ഉള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? അപ്പം ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ആരും പറയുന്നത്? നമ്മുടെ ഡെക്കാർട്ടെ പറയുന്നത്. അപ്പോൾ ഇതേ ഒരു കാര്യം തന്നെയാണ് ആരും പറയുന്നത്? നമ്മുടെ എമിലി ഡിക്കിൻസണും പറയുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്തായാലും ബോഡി മൈൻഡ് അല്ലെങ്കിൽ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് തമ്മിലുള്ള ഈ ഒരു എന്താ പറയുക ഒരു ക്ലാഷിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് ഈ പോയത്തിനകത്ത്. താങ്ക് യു.